എന്റെ വീടിന്റെ കോമ്പൗണ്ടിന്റെ ഫ്രണ്ടിൽ വന്നിട്ട് പറഞ്ഞ ലോകം മൊത്തം ചാനലുകാരെ മൊത്തം വിളിച്ച് നിങ്ങളെ എല്ലാ കാര്യങ്ങളും ഞാൻ പറയും. നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമെങ്കിൽ തെളിയിക്ക്. ബാക്കി ഞാൻ തന്നെയാണ് പറയണം. ജമാലിന്റെ മോളാണ് പറയണത്. നിങ്ങളെ ഭർത്താവ് തന്നെയാണ് ജമാൽ. ആ രക്തത്തിൽ പറഞ്ഞ മോള് തന്നെയാണ് പറയണത്. നിങ്ങൾ അതേ കോണ എനിക്കും കാണും. കേട്ടല്ലേ? ഇനി എന്നെ കൊണ്ട് കൂടുതൽ സംസാരിപ്പിച്ചാല് കറാൻകുട്ടിയാണെങ്കിലും ഏത് കുട്ടിയാണെങ്കിലും എല്ലാം കറാൻകുട്ടികൾ തന്നെയാണെന്നാ. മസ്റൂറായും മുഷ്താഖും മിഫ്സലും എല്ലാം കറാൻകുട്ടികൾ തന്നെയാണ്. എന്തിന് കറാൻകുട്ടിക്ക് ഭക്ഷണം കൊടുക്കണത് പറ? ഓ, റഹീമിനെ വിളിച്ച് റഹീം ഇട്ട സ്വർണത്തിന്റെ മുതൽ കൊണ്ടുവരട്ട്. ഇത്രയും കാലം നോക്കിയ നഷ്ടപരിഹാരം എനിക്ക് തരട്ടെ അവളാ. അതുകൊണ്ട് ഇനി മേലില് തള്ളെ ഒതുങ്ങിയില്ലാന്നുണ്ടെങ്കിൽ അട്ടിപ്പട്ടല ഞാൻ പൂട്ടും തള്ളയങ്ങളെ. ഈ രണ്ട് തള്ളമാരും എല്ലാം കണ്ടിട്ട് നമ്മളെ അതുകൊണ്ട് നമുക്ക് ഒരു കുഴപ്പമില്ല. എന്റെ വീട്ടിന്റെ ഫ്രണ്ടിന്റെ കോമ്പൗണ്ടിൽ വരികയാണെങ്കിൽ വല്ലാഹി ലൈവ് പിടിച്ച് ഇനി യൂട്യൂബ് എന്നെ എങ്ങനെ നശിപ്പിക്കാൻ ശ്രമിച്ചാലും ചാനൽ പോവില്ല. കേട്ടല്ലേ? നിങ്ങൾ എന്നെ നാണം കെടുത്താൻ വേണ്ടി ചെബീനാരെ ഇതിനകത്ത് കൊണ്ടിട്ട് നമ്മള് ആരെന്നറിയാമോ? ഒരു കുട്ടി മനസ്സിൽ വിചാരിച്ചിട്ടാണ് ആ ഒരു സൈബർ സെല്ലിൽ കൊടുത്ത് ആ വീഡിയോ റിമൂവ് ആക്കിയത്. എന്നിട്ട് അവള് മറ്റേ വീഡിയോ പ്രൈവറ്റിലാണ് ഇട്ടേക്കണത്. നമുക്കിതൊന്നും അറിഞ്ഞൂടാന്നല്ല, ഒരു പരിധിയുണ്ട് ദ്രോഹിക്കുന്നതിന്. കേട്ടല്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും അതിനകത്തുനിന്ന് ഉണ്ടാക്കിയിട്ടുണ്ടെന്നെങ്കിൽ എന്റെ ഉമ്മച്ചിമാക്കും ഉപ്പാപ്പൊക്കെ ഞാൻ ഒരുപാട് ചെയ്തു കൊടുത്തിട്ടുണ്ട് ആ വീട്ടിൽ നിന്നിട്ട്. കേട്ടല്ലേ? അതുകൊണ്ട് ഇനി ഒരു കാര്യവും പറഞ്ഞു ഇങ്ങോട്ട് വന്നാൽ എന്റെ മുഷ്താഖിന്റെ അടുത്തും മിഫ്സലിന്റെ അടുത്തും മിണ്ടിയാൽ ഞാൻ ബാക്കി തള്ളേരുടെ അടുത്ത് പറയാണ്. കേട്ടല്ലേ? ആ, നിങ്ങളും ഞാനും മസ്റൂറായും ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. ഇത് ഞാൻ വൈകിട്ട് കൊച്ചിനേട്ടിട്ട് പറയണേ. കാരണം നാണക്കെടുത്തിന് പരിധി ഉണ്ട് തള്ളേ. ഷാൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് മസ്റൂറെ അവിടെ നിന്ന് മാറ്റിയത്. അതിനും കാരണക്കാരി നെജില തന്നെയാണ്. കാരണം അവൾക്ക് ബെല്ലും ബ്രേക്കും ഒന്നുമില്ലാതെ പബ്ലിക്കിൽ വന്നിരുന്നിട്ട് പറയുന്നതാണ് ഷാൻ കുടിയനാണ്, പെണ്ണുപിടിയനാണ്, മറ്റേതാണ് മറിച്ചതാണ് എന്നൊക്കെ വന്നിരുന്നിട്ട് വിളിച്ചു പോകുന്നത് നെജില തന്നെയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ നെജിലയുടെ വീട്ടുകാർക്കായാലും മസ്റൂറയുടെ വാപ്പ റഹീമിനായാലും തീർച്ചയായിട്ടും കൊള്ളും. ഇതിനെല്ലാം വഴിയൊരുക്കി വെച്ചു കൊടുക്കുന്നത് തന്നെ നെജിലയാണ്. ഒരു വോയിസ് റെക്കോർഡ് ഇപ്പൊ കേൾപ്പിച്ചുതരാം, നിങ്ങൾ കേട്ടോളേ. ഇപ്പൊ എന്റെ മാലയും കുലുസും വളയും തിരികെ വേണം. എവിടെ നിന്നുണ്ടാക്കി ആരുണ്ടാക്കി? പുഴുത്ത തള്ളേനെ വേണ്ടാന്നുണ്ടെങ്കിൽ പുഴുത്ത തള്ളേരെ മുതലൊന്നും തരുന്നില്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഞാൻ അവിടെ ഇരുന്ന എല്ലാം പ്രൊമോഷൻ വർക്കിനായാലും എനിക്ക് എല്ലാവരും പാവത്തം കരുതി തന്നതായാലും എല്ലാ ഡ്രസ്സുകളും ബർത്ത് സർട്ടിഫിക്കറ്റും ആധാറും കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പം മിനിഞ്ഞാന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം കമന്റിലൂടെ എന്നെ വേദനിപ്പിക്കുകയാണ്. അവർക്ക് ഇങ്ങനെ ഒരു ചാനലുണ്ട് അല്ലെങ്കിൽ കമന്റിലൂടെ എന്നിട്ട് ഞാൻ ഹൈഡ് ചെയ്തു. എന്നിട്ട് ഞാൻ വാർണിംഗ് കൊടുത്തപ്പോഴും വീണ്ടും വേറെ ഐഡിയയിൽ വന്നിട്ട് കമന്റ് ഇടുകയാണ്. ആ 2 കമന്റ് ഞാൻ എടുത്തിട്ടുണ്ട്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, തള്ള അഴുക്കുകയാണെങ്കിൽ മോളും അഴുക്ക തന്നെയാണ്. തള്ള നല്ലതാണെങ്കിൽ മോളും നല്ലതാണ്. അപ്പോഴത്തേക്ക് ഇത് ഷംസിന്റെതാണെന്നും അത് സനോഫറിന്റെ ആണെന്നും ലോകം എല്ലാവർക്കും അറിയാം. അപ്പൊ ഈ 96 മാപ്പിളയിൽ ഏതിലുള്ളതാണ് മസ്റൂറ? നിങ്ങൾ തന്നെ പറ. തള്ള പറയുന്നുണ്ട് 100 മാപ്പിളയിലൂടെ പുറത്തേണെന്ന്. ഇക്ക, ഈ കുഞ്ഞാരത്? ഇന്ന് കറാൻകുട്ടി എന്ന് പറഞ്ഞു. കറാൻകുട്ടി കറാൻകുട്ടി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഏതിലുള്ളത്? എന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് എന്തിയെ? തള്ളയുടെ അടുത്ത് തിരിച്ചു ചോദിക്കുന്ന ചോദ്യമാണ്, എന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് എന്തി? എന്നെ സമൂഹത്തിൽ കൊള്ളരുതാത്തോളായിട്ട് നിങ്ങൾ ചിത്രീകരിച്ചു ഒരു തീര ചാനലിലൂടെ. നിങ്ങള് ചൈൽഡുകാര് നിങ്ങൾക്ക് സുരക്ഷിതമാണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അസൂറാത്താന്റെ ആ ഒരു വാക്ക് മാനിച്ച് ഞാൻ നിങ്ങളിൽ വിട്ടു തന്നത്. അവൾ അവിടെ എനിക്ക് സന്തോഷമായിട്ടിരിക്കണേ, സന്തോഷമായിരിക്കും. എന്നിട്ട് കള്ളത്തരം പറഞ്ഞതിന്റെ പേരിൽ എന്തുകൊണ്ട് അവൾ ഇത്രയും നാളും പഠിച്ച സ്കൂളിൽ നിന്ന് ഒരു കംപ്ലൈന്റ് വന്നില്ല? ലൈവിൽ കയറി പലരും പലതും പറയും അല്ലേക്കാ? ആ, കോടിക്കണക്കിന് ആൾക്കാർ പലതും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഞാൻ അവരുടെ അടുത്ത് നമ്പർ കൊടുത്ത എന്തിനാണ്? നിങ്ങൾ വിളിക്കുക 89 213 95 498 എന്നെ വിളിച്ചു പറയണം അല്ലേ? ഏത് കുട്ടിയുടെ ഉമ്മയാണ്, ഏത് കുട്ടിയാണ് നമുക്കറിയില്ല. ഞാൻ അവളെ തിരക്കാനും പറക്കാനൊന്നും ഞാൻ പോയിട്ടില്ല. കാരണം അവൾ എനിക്ക് വോയിസ് അയച്ച് നിങ്ങളെ ഒന്നും വേണ്ടെന്ന്. എന്നിട്ട് കഴിഞ്ഞ ആഴ്ച ഞാൻ ഡ്രസ്സ് കൊടുത്തു വിട്ടില്ലേ? മേടിച്ചല്ലേ? കാരണം എനിക്ക് വേറെ കുട്ടികളില്ല കൊടുക്കാൻ. അവൾക്കുള്ളതല്ല അവൾക്ക് തന്നെയാണ്. ഞാൻ ഇപ്പോഴും പറയുന്നത്. പക്ഷെ ചൈൽഡുകാരും പറഞ്ഞു എന്താണ്, അവൾക്ക് കാതി കിടക്കണ കമ്മൽ അവിടെ കിടന്നോട്ടെ, അവളെ ദേഹത്ത് കിടക്കണത് ഞാൻ ഊരിയിട്ടില്ല. പക്ഷെ ബാക്കി ഒന്നും അവൾക്ക് കൊടുക്കണ്ടാന്ന്. അവള് കിളച്ച അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കിളച്ച പിന്നെ പെരേടം 8.5, 9.5, 10 ലക്ഷം രൂപയ്ക്ക് 8.5 എങ്ങാണ്ടാണ് എല്ലാവരും എടുത്തുകൂട്ടിയാണ് 30 സെന്റ് വസ്തു മേടിക്കണം.
റൂറായം കൊണ്ട് ഞാൻ അവിടെ നിന്ന് സനോഫറിന്റെ കല്യാണത്തിന് പോകുമ്പോ 14,000 സംതിങ് ഒരു വള മേടിച്ചാലും ഞാൻ ബുക്കിൽ എഴുതിയിട്ടുണ്ട്. 14,000 സംതിങ് രൂപ നിങ്ങളെ കയ്യിൽ എണ്ണി തന്ന്. പിന്നെ എന്റെ കല്യാണ ചെലവ് 14,000 രൂപ കാറ്ററിംഗ് സർവീസിന് കൊടുത്തു. പിന്നെ ബാക്കി കുറച്ചു പേരൊക്കെ രണ്ടാം കല്യാണമാണെങ്കിലും പള്ളിയിൽ വെച്ചായിട്ട് പൈസ തന്നു. എന്തെന്നറിയുമോ, നിങ്ങൾ എന്നെ നാറ്റിച്ച് ഇവിടം വരെ കൊണ്ടെത്തിച്ച്. ഇപ്പൊ എന്റെ വയറ്റിലുള്ള ഹറാമാണെങ്കിൽ ഹലാലാണെങ്കിലേ അള്ള തീരുമാനിക്കും. ഒരു പെറ്റ മോള കൂടെ നിങ്ങൾ കാണിക്കുന്ന ക്രൂരത, നിങ്ങളെ അബോഷം ചെയ്യേണ്ടി കൂടെ വന്നില്ലേ? എന്തിന്? മകൾ പോയ ദുഃഖത്തിലായിരിക്കാം ഈ മാതിരിയൊക്കെ കാണിച്ചു കൂട്ടുന്നത്. ശരിക്കും മകള് അവളുടെ ഇഷ്ടത്തിനാണ്, ഒരാൾ പറഞ്ഞ് നിർബന്ധിച്ച് കൊണ്ടുപോയതല്ല ആ കുട്ടിയുടെ അടുത്ത് അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവുന്ന പ്രായമൊന്നും അല്ലല്ലോ. ആ കുട്ടിക്ക് എന്താണോ മനസ്സിലുള്ളത് അതാണ് അവിടെ പഞ്ചായത്തിൽ പോയി പറയുകയും ഉമ്മയുടെ കൂടെ നിൽക്കണം, ഉമ്മിച്ചമ്മയുടെ കൂടെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടി പോയത്. അതിന് നെജിലയ്ക്ക് പ്രശ്നമില്ല, കുഴപ്പമില്ല എന്നൊക്കെ ചില സമയത്ത് വന്ന് പറയുന്ന കേൾക്കാം. എത്രയായാലും വിഷമം ഉണ്ടാകും എന്ന് എല്ലാവർക്കും അറിയാം എന്ന് കരുതിയിട്ട് ഇങ്ങനെ വയലന്റ് ആയിട്ട് ഓരോന്നൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ അത് നെജിലയ്ക്ക് തന്നെയല്ലേ പ്രശ്നം? ഈ തള്ള ഒറ്റൊരുത്തിയാണ്. നിങ്ങളെ ഈ പ്രാന്ത് കൊണ്ട് തന്നെയാണ് എന്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയത്. നിങ്ങള് ചെറുതിലെ ആസിഡ് കുടിച്ചും അത് കുടിച്ചും ഇത് കുടിച്ചും തന്നെയാണ് ഞാൻ ഇങ്ങനെ ആയിപ്പോയത്. ഞാൻ എന്റെ മക്കളെ കൊന്നില്ലല്ല. എന്നിലൊരു അവകാശം ഇല്ലെങ്കിൽ ഞാൻ ജന്മം നൽകിയ പല തന്തയ്ക്ക് പറഞ്ഞെന്നല്ലേ നിങ്ങൾ പറയണം. അപ്പൊ പല തന്തയ്ക്ക് തന്നെ പറഞ്ഞത്. ആ മക്കളെ നിങ്ങൾക്ക് നോക്കേണ്ട യാതൊരു കാര്യമില്ല. ഇതൊരു റിയാക്ഷൻ അല്ല. ഇങ്ങനെ ഒരു തള്ളെ ഒരു മോളും ഈ ഭൂമിയിൽ ഉണ്ടാവരുത്. ഞാൻ എത്ര ദിവസം എന്നറിയാമോ വീട്ടിന്റെ മുറ്റത്തിറങ്ങിയിട്ട് ചീത്തവിളി ഇക്കാണ് ആ സഹിക്കാൻ മേത മുറ്റം തൂക്കണത്. സത്യം പറയാലേ, ഒന്നേ എന്റെ പ്രമാണം എനിക്ക് എടുത്തു തരണം. ഞാൻ അന്ന് വീട് വെക്കുന്നതിന് മുമ്പ് ഒരു വാക്ക് പറഞ്ഞിരുന്നു. ഞാൻ വാടക വീട്ടിൽ 4.5 വർഷം, ഞാൻ ഷംസും 4.5 വർഷം ആ വാടക വീട്ടില്. 2019 നമ്മളെ കല്യാണം. പിന്നെ ഞാൻ പറവുന്ന വീട്ടില് 3 മാസക്കാലം. പിന്നെ താഴെ മിച്ചുമോനെ ആ വീട്ടിൽ വെച്ചാണ് ജന്മം നൽകുന്നത്. നിങ്ങൾ അവിടെയും വരും എനിക്ക് സ്വൈര്യതക്കേടിന്. നിങ്ങളെ മകന്റെ കല്യാണത്തിന്റെ അന്ന് കാലിക്കിടക്കണ കുലിസ് അന്ന് ഞാൻ 5 മാസം ഗർഭിണിയാണ്. 3 പവന്റെ കുലിസ് എനിക്ക് കാലിന്ന് ഊരാൻ പറ്റാത്തോണ്ട് നിങ്ങളെ കൊണ്ട് കൈരളി നിൽക്കൂ. എന്നിട്ട് ഞാൻ ആ സനോവർ ഭർത്താവിനെ ഞാൻ മറച്ചു വെച്ചിട്ട് 1 ഗ്രാം തങ്കത്തി പൊതിഞ്ഞൊടിച്ചിട്ട് നിങ്ങൾക്ക് ഞാൻ 8 തന്നോളാണ് മഹർ മേടിക്കാൻ. നിങ്ങളെ എന്തെന്ന് പറ. അന്ന് എല്ലാരും പറഞ്ഞു എന്തിനു ഷാഹിദ 3.5 പവന്റെ മാല ഇടുന്നത്? നിങ്ങളെ വീട് വെക്കാൻ വേണ്ടി തന്നെ ഈ പ്രമാണം ഇതായത്. നിങ്ങൾ അന്നൊരു വാക്ക് പറയണമായിരുന്നു. എനിക്ക് വസ്തുവും കുസ്തുവും ഒന്നും വേണ്ട. നിങ്ങളെ ഈ സ്വഭാവം കൊണ്ടാണ് ചടയമംഗലക്കാര് റഹീമിന്റെ വാപ്പെന്ന് ഖബറിലാണ് 15 ലക്ഷത്തിന് പകരം 15 സെന്റ് വസ്തു എഴുതിപ്പിച്ചത്. ഇത് എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ്. ഞാൻ 100 മാപ്പിളയിലൂടെ പുറത്തോളം തന്നെയാണ് പബ്ലിക്കിന്റെ മുമ്പ് പറയണം. പക്ഷെ ഒരു കാര്യമുണ്ട്, 96 എണ്ണത്തിനെ നിങ്ങൾ കൊണ്ടുവരണം. 96 എണ്ണത്തിനെ നിങ്ങൾ കൊണ്ടുവരണം കേട്ടാ. 96 എണ്ണത്തിന് നിങ്ങൾ കൊണ്ടുവരണം. പിന്നെ മാലയും വിളയെ ആവശ്യപ്പെടാനേ അവള് കിളച്ചോണ്ട് വന്നില്ല. അവളെ കെട്ടിക്കാറായില്ല. അവള് പ്രായപൂർത്തിയായില്ല. അപ്പൊ പുടുത്ത തള്ളേനെ വേണ്ട. തള്ള ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനങ്ങൾ വേണം. ബാക്കി 2 കൊച്ചുങ്ങളും ഇവിടെ